ട്രംപ് 5 ദിവസത്തെ ഏകപക്ഷീയമായ വെടിനിർത്തലാണ് ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ പ്രഖ്യാപിച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ചില റിപ്പോർട്ടുകൾ വന്നു. അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഇപ്പോഴും മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കൂടുതൽ സൈനികരെ അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഒരു താൽക്കാലികമായ ഇടവേള എടുത്തത് രഹസ്യമായിട്ട് തന്നെ അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ഇടവേള മാത്രമായിട്ടാണ് നിരീക്ഷിക്കുന്നതെന്നും പറയുന്നു. ഒരു കരയുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിലൊരു മണ്ടത്തരത്തിലേക്ക് ട്രംപ് മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം ഇനി ഉണ്ടാവുക? യുദ്ധവിമാനങ്ങൾ നീങ്ങുന്നു എന്നുള്ളതല്ല, യുദ്ധവിമാനങ്ങൾ ഓൾറെഡി ഉണ്ട് അവിടെ. കാരണം ഈ GCC രാജ്യങ്ങൾ, ഖത്തറിലും സൗദി അറേബ്യയിലൊക്കെ അമേരിക്കയുടെ എയർബേസുകളുണ്ട്. അവിടുത്തെ ആവശ്യത്തിന് വിമാനങ്ങൾ അവർ F-22 റാപ്റ്ററാണ് അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ്. അത് B-52 അമേരിക്കൻ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളുണ്ട്. B-2 ബോംബർ. ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും ബോംബർ വിമാനങ്ങൾ. ഈ ഫൈറ്റർ വിമാനങ്ങളും ബോംബർ വിമാനങ്ങളും നമ്മുടെ കാര്യമാണ്. ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങളില്ല, ഇന്ത്യക്ക് ഫൈറ്റർ വിമാനങ്ങളേ ഉള്ളൂ. ഈ ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബോംബിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വലിയ വിദൂരമായ പ്രദേശങ്ങൾ, വലിയ യുദ്ധങ്ങൾ നടത്തുമ്പോൾ ഒരു നഗരം മൊത്തം ബോംബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോംബർ വിമാനങ്ങൾ. മറ്റേ ടാക്ടിക്കൽ ബോംബേഴ്സാണ് ഫൈറ്റർ വിമാനങ്ങൾ. അത് ചെറിയ ചെറിയ അറ്റാക്ക്, ഈ പറയുന്ന മോഡിൻ്റെ സിനിമ പരിപാടിയുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക്, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ഒരു നഗരം മൊത്തം ബോംബ് ചെയ്യാനൊന്നും ഈ റഫേലൊന്നും പറ്റില്ല. ഏരിയൽ ഡിഫൻസ് പറ്റും, അത്യാവശ്യം അപ്പം പോയി ബോംബ് ചെയ്യാനും പറ്റും, അത്രേ പറ്റുള്ളൂ. അപ്പം ടാക്ടിക്കൽ ബോംബർ ലോകത്താകപ്പാടെ 3 രാജ്യങ്ങൾക്കേ ഉള്ളൂ: റഷ്യ, അമേരിക്ക ആൻഡ് ചൈന. ഇവർക്ക് ടാക്ടിക്കൽ ബോംബർ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് ടാക്ടിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആ രീതിയിൽ ഉണ്ടാവുകയും അതിനെ മൈറ്റ് ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് അവർക്കേ ഉള്ളൂ. അല്ല, ഇന്ത്യക്കൊക്കെ ഗ്ലോബൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഫൈറ്റ് ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന കോംപ്ലക്സ് നമുക്കില്ല. അങ്ങനെ നമ്മൾ നമ്മളെ അട്ടയം പടം മുടങ്ങും, അവന്മാർ മുടക്കി തരും. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം മേടിക്കാത്തത്. ഇത് ഭയങ്കര വിലയാണ് ഈ ടാക്ടിക്കൽ ഫൈറ്ററിന്. പിന്നെ ചില ആളുകൾ ഇന്ത്യ ടാക്ടിക്കൽ ഫൈറ്റർ അമേരിക്ക B-52 ബോംബ് മേടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇടുന്നുണ്ട്. ഇന്ത്യ മേടിച്ചുകൊണ്ട് എന്താക്കാനും? പാകിസ്ഥാനെ ബോംബ് ചെയ്യാൻ നമുക്ക് മറ്റേ ഉള്ള സാധനങ്ങൾ ധാരാളമാണ്. ചൈനയെ നേരിടാനുള്ള സാധനങ്ങൾ ധാരാളമാണ്. അല്ല, ഈ പണ്ടാരം മേടിച്ചതിൻ്റെ മെയിൻ്റെനൻസും വിലയും ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല അമേരിക്ക തരികയല്ല, പിന്നെ റഷ്യ തരുള്ളൂ. അത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. അതാണ് അതിൻ്റെ സംഭവം. ഞാനതിൻ്റെ ഇൻഫർമേഷൻ പറഞ്ഞു തരുള്ളൂ. അപ്പം ഒന്നാതുണ്ട്. 2, അവിടെ അമേരിക്കയ്ക്ക് എനിക്ക് ഏതാണ്ട് 10ഓളം പിന്നെ ഇതുണ്ട്, എന്താണ്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്, പല ജനറേഷനിൽപ്പെട്ട. ഇതിൽ 2 ഓൾറെഡി അവിടെ ഉണ്ട്. അതിൽ തന്നെ 10-80ഓളം വിമാനങ്ങൾ 2 അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ വിമാനത്തിലാണ് വർദ്ധിച്ചുകൊണ്ടുള്ള ആവശ്യം. വിമാനം അവിടെ ഉണ്ട്. അവർ അത് വളരെ മുമ്പേ അവർക്കുണ്ട്. പിന്നെ ട്രംപ് 10 ദിവസം കൊണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 10 ദിവസം കൊണ്ട് തീരുമാനിക്കണം. അത് അപ്പോൾ വന്ന് പസഫിക് ഓഷന്ന് മെഡിറ്ററേനിയൻ തീരത്തേക്ക് മറ്റേ എബ്രഹാം ലിങ്കൺ ഏതൊന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കപ്പൽ ജിമ്മി കർട്ടർ വന്നു. എബ്രഹാം ലിങ്കണും പിന്നെ ജെറാൾഡ് ഫോർഡ് അവിടെ നിന്ന് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 10 ദിവസം വേണ്ടിയിരുന്നു അത് വോയാഷ് പൂർത്തിയാക്കാൻ. അത് 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കി അടുത്ത ദിവസം ഒരു യുദ്ധം എന്ന് പറയും. അത് ഇസ്രായേലിന് അത്യാവശ്യം ഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി കൊണ്ട് ചിട്ടതാണ്. ഇറാൻ ആക്രമിക്കാൻ പറ്റിയതുണ്ടല്ലോ. അപ്പം അതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ ഇറാൻ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് തയ്യാറാകുമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണോ ക്യാഷ്വാലിറ്റി കുറയ്ക്കല്ല, കാര്യം നടന്നാൽ മതിയല്ലോ. കാരണം അമേരിക്ക ഇപ്പോൾ ഈ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്ക ഒരു ഫേസ് ടു ഫേസ് കോമ്പാക്റ്റ് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് അവർ. ഒന്ന് സൈബർ വാർഫെയർ, ഒന്ന് ഏരിയൽ അറ്റാക്ക്. ഇത് രണ്ടുമാണ് അവരുടെ. അല്ല, അതിൽ നല്ല മേൽക്കൈ ഉണ്ട് അവർക്ക്. കരയുദ്ധത്തിന്റെ പ്രശ്നം വെച്ചാൽ അമേരിക്കയിലെ ഓരോ സിറ്റിസണും ജീവന് വലിയ വില ഉള്ളതാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആരെങ്കിലും യുദ്ധത്തിന് പോയി മരിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാവും. അതിന് അമേരിക്ക ഭരിക്കുന്നത് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവിടെ ജനങ്ങളുടെ വികാരം എതിരായി കഴിഞ്ഞാൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ജനാധിപത്യം എന്നുള്ള ബബിള് പൊട്ടിപ്പോകും. അപ്പൊ അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എക്സ്പോസ്ഡ് ആവും. അതവരാഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ റോയിറ്റേഴ്സ് നൽകുന്ന വാർത്ത വിശ്വസനീയമാണെങ്കിൽ അവർ പറയുന്നത് നോർത്ത് കരോലിനയിലുള്ള എയർബോൺ ഡിവിഷൻ 82ാമത് എയർബോൺ ഡിവിഷന് സ്റ്റേ റെഡി ഉള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ അവർ കമാൻഡ് വന്നു കഴിഞ്ഞാൽ 18 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഈ സ്ഥലത്തേക്ക് എത്താം. ഈ ഖാർഗ് എന്ന് പറയുന്ന ദ്വീപ് അമേരിക്ക ആക്രമിച്ചല്ലോ. അപ്പൊ അവിടേക്ക് മറൈനുകളെയും കമാൻഡോ സംഘത്തെയൊക്കെ വിന്യസിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇറാനിലേക്ക് നേരിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അത് ഈ പറഞ്ഞ അഡ്വാൻസ് വാർഫെയറിന്റെ ഭാഗമാണ്. വ്യോമ യുദ്ധത്തിൽ അവർക്ക് നല്ല അപഹാരമുണ്ട്. ലോകത്തെ ഏതൊരു രാജ്യത്തിനെയും കണ്ടും അവർ ജനറേഷൻസ് ഹെഡാണ്.
അപ്പോൾ ഒരു ഐലൻഡൊക്കെ അവർക്ക് പിടിക്കാൻ പറ്റും. ഫർദർ മെയിൻലാൻഡിലേക്ക് അറ്റാക്ക് നടത്തുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. മെയിൻലാൻഡ് നിങ്ങൾക്ക് എന്തിനൊക്കെ തന്നെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ആ രാജ്യക്കാർക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. അന്നപ്പോൾ ഹെവി കാഷ്വാലിറ്റീസ് നേരിടേണ്ടി വരും. പിന്നെ ഇറാൻ എന്ന് വെച്ചാൽ അത്രയും എളുപ്പം എഴുതിക്കല്ലാവുന്ന രാജ്യമല്ല. അവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല ആയുധങ്ങളുണ്ട്. പിന്നെ ഈ ഇസ്ലാമിക് മറ്റേ ഈ കൊണ്ട് ഒന്നത് സൈന്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ മതവികാരം വളരെ സ്ട്രോങ് ആണ്. ഈ പറഞ്ഞ ഗൊമേനിയോട് ചേർന്ന് നിൽക്കുന്നവർ. അപ്പോൾ അവർ ഈ അഫ്ഗാനിസ്ഥാനിലെ ഇറാഖിലുള്ള ആളുകളെ പോലെ അവർ ഫൈറ്റ് ചെയ്യും. പക്ഷേ അഫ്ഗാനിലെ ഇറാഖിലെ ആളുകളെ ഇത്രയും സംഘടിതമായ ആയുധങ്ങളുണ്ടായിരുന്നു. ഇവരെ ഈ സംഘടിതമായ ആയുധങ്ങളും കൃത്യമായ പ്ലാനുണ്ട്. അമേരിക്കൻ ഇറാഖിലെ പലതരത്തിലുള്ള മിലിഷ്യയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇറാഖ് ഇവിടെ സിംഗിൾ എൻറ്റിറ്റിയാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് കൂടെ. അതുകൊണ്ടാണ് ഇവര് അങ്ങനെ സിംഗിൾ എൻറ്റിറ്റി ഉള്ളപ്പോൾ തന്നെ ട്രംപ് ഒരു അവകാശപ്പെട്ടല്ലോ, ഞങ്ങൾ ഇറാനുമായിട്ട് ഡിബേറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരുമായിട്ടാണ് എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തില്ല. പക്ഷേ IRGCയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്, ഞങ്ങൾ പരമോന്നത നേതാവിന്റെ ആജ്ഞ എന്താണോ അതനുസരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഇവർ മീഡിയേറ്റ് ചെയ്തേക്കുന്നത് ഇയാളുമായിട്ടല്ല, മറ്റേതൊക്കെയോ അധികാര കേന്ദ്രങ്ങളുമായിട്ട് അവിടെ മീഡിയേറ്റ് ചെയ്തു എന്നും കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വേൾഡ് ഈസ് നോട്ട് ഇനഫ് സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ജെയിംസ് ബോണ്ട് സിനിമ. അത് റോബർട്ട് മാർഡോക്കിന്റെ കഥയാണ്. അയാൾ ഈ ലോകം മീഡിയനെ ഉപയോഗിച്ച് കീഴടക്കുന്നതാണ്. അതിന് അയാളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ്റെയും ചൈനയുടെയും 2 സബ്മറൈൻസ് ബ്രിട്ടൻ്റെ അമേരിക്കൻ്റെയും 2 സബ്മറൈൻസ് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇതിലെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടനെ അമേരിക്കൻ അറ്റാക്ക് ചെയ്യുക. ബ്രിട്ടനും ചൈനയെ അറ്റാക്ക് ചെയ്യുക. ചൈനയെ അറ്റാക്ക് ചെയ്യുന്നത് അവിടെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ കൂടെയുള്ള മിലിറ്ററി ജനറലുണ്ട്. അയാൾ 5 മിനിറ്റ് ലേറ്റ് ആയിരിക്കും ട്രാഫിക് കുടുങ്ങിയിട്ട്. ഇയാൾ മാത്രം രക്ഷപ്പെടും. ഇയാളാണ് അടുത്ത നേതാവായിട്ട് വരിക. ഇയാൾ നേതാവായി വന്നിട്ട് ഇയാൾ എല്ലാ കാലത്തേക്കും അവിടെയുള്ള കംപ്ലീറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഈ പറയുന്ന റോബർട്ട് മർഡോക്കാണ് അതിലെ നമുക്ക് മനസ്സിലാവില്ലേ, സിനിമയിലെ പേരാകാൻ തോന്നാം, അങ്ങനെ എഴുതി കൊടുക്കും. ഇതായിരുന്നു അങ്ങനെ പ്ലാൻ. ആ സിനിമയിൽ നടക്കുന്നില്ല. അതുപോലെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇറാനിൽ ഇവർക്ക് ക്ലിനിക്കൽ പൊസിഷനോട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെങ്കിൽ അതിൻ്റെ ഉന്നത അധികാര കേന്ദ്രങ്ങൾ അവരുടെ ആളുകളുണ്ട്. അവരുമായിട്ടായിരിക്കും എങ്ങനെ വേണം എന്നുള്ളത്. മൊസാദ് ഓൾറെഡി ഉണ്ട്. മൊസാദ് നല്ല സ്വാധീനമുള്ള രാജ്യമാണത്. വെരി ഫ്രണ്ട്ലി വിത്ത് മൊസാദ്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ആളുകളെ തന്നെ ഉപയോഗിച്ചാണ് ആ സൈന്യം ഉണ്ടാക്കിയത്. അങ്ങനെ മൊത്തം ഫ്രാൻസിൽ നിന്ന് ഗൊമേനി സൈന്യത്തെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നിലവിലുള്ള സിസ്റ്റത്തെ VSന്റെ കയ്യിലുണ്ടായ സിസ്റ്റത്തെ എങ്ങനെയാണ് പിണറായി ഏറ്റെടുത്തത്. ബേബി എല്ലാം തന്നെ VSന്റെ വശത്തായിരുന്നുണ്ട്. പിണറായി പോലും VS വശത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചാരന്മാർക്കൊക്കെ തന്നെ പരസ്പരം ഒരു ബന്ധമുണ്ട്. ഈ ചാരഭാഗത്ത് പണ്ടേ ജൂതന്മാർ പേര് കേട്ടവരാണ്. അവർ കച്ചവടക്കാരാണ്. അവർ എല്ലാ സ്ഥലത്തും. ഈ തിരുവനന്തപുരത്ത് വരെ ഒരാളുകളുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും അവരുടെ ആളുകളുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ലോകത്തെ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള അവർക്ക് ഭീഷണിയാന്ന് തോന്നുന്ന ആളുകൾ അവർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളും ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്ന വെച്ചാൽ ജനങ്ങൾ വലിയ രീതിയിൽ എതിരാവരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജനങ്ങളെതിരായി കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് നീണ്ടുപോകും. 30 വർഷമൊക്കെ എടുക്കും. അതപ്പോൾ വിചാരിച്ച ലാഭം കിട്ടില്ല. അതുകൊണ്ട് പരമാവധി ജനങ്ങളുടെ കാഷ്വാലിറ്റി, സിവിലിയൻ കാഷ്വാലിറ്റി കുറച്ചുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് അവരാഗ്രഹം. അല്ലെങ്കിൽ അവർക്ക് വളരെ കുർദിസ്ഥാനിലെ ജനങ്ങൾ വളരെ കാലമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. കുർദുകൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്ത് രാജ്യം ഉണ്ടാക്കി കൊടുത്തിരിക്കും. അമേരിക്ക അംഗീകരിച്ചാൽ മതി, കൊസാവേനെ അംഗീകരിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം അവർക്ക് കിട്ടി, എന്താ ചെയ്യാതെ? അപ്പോൾ അത് ഇറാനിയൻസ് മൊത്തം എതിരാവും. ഞാനൊരു ഓയിൽ എടുക്കാനും പറ്റില്ല. ഒന്നത്. പിന്നെ കുർദിസ്ഥാന് വലിയ നിശ്ചയമുണ്ട്. അത് വേണേൽ അവർക്ക് കിട്ടും. പക്ഷേ ഇറാൻ സൈഡിൽ കിട്ടും. മാത്രമല്ല ഇറാനിയൻസ് എതിരാവും എന്നുള്ളതാണ്. ഇറാനിയൻസ് എതിരാകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇറാനിയൻ ഓയിൽ കിട്ടില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെയുള്ള മണ്ടന്മാർ ഈ പറയുന്നതിൻ്റെ അത് ഈ കാക്കായിമാർക്ക് പണി കിട്ടില്ല, ഇത് കൈയടിക്കുന്നുണ്ട്. ഇത് കാക്കായിമാർ കിട്ടിയ പണിയൊന്നും ഇത് പ്ലാൻ A ആയിരുന്നു ഇറാഖൊക്കെ. പ്ലാൻ B ആണ് ഇറാഖ്. പ്ലാൻ C ഇന്ത്യയാണ്. ആകെപ്പാടൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളായി മറ്റേ സാധനമുണ്ട്. അത് ലോഞ്ച് ചെയ്യാനുള്ള സാധനമുണ്ട്. ഈ ഇസ്ലാമിസ്റ്റുകളെക്കാട്ടും തീവ്ര ദേശസ്നേഹമുള്ള RSSകാരൂടെ ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് പാകിസ്ഥാനിൽ മധ്യസ്ഥ ചർച്ച നടക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നരേന്ദ്രമോദിയായിട്ട് കോൺവെർസേഷൻ നടത്തുകയും ചെയ്തു ട്രംപ്. പക്ഷെ നമ്മൾ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന ശരിയാണെങ്കിൽ 76 ദിവസത്തെ ഓയിൽ റിസർവ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കാര്യമല്ല ഏറ്റവും കഷ്ടത്തിലാവുക. അതിന് മോഡി പണിയെടുത്തിട്ടുണ്ടല്ലോ. EV സിസ്റ്റം പോലെ വെക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് പ്രത്യേക. അതോടെ മൂപ്പര് പഴയ വണ്ടികൾ നടക്കും. അതൊക്കെ അല്ല, EV ഒക്കെ വലിയ രീതിയിൽ ഇറങ്ങി. ഇനി കുറച്ചുകൂടി സ്പീഡിൽ ഇറങ്ങും. ഇതൊക്കെ കണ്ടിട്ടാണ് മോഡി. നിങ്ങളീ പറയുമ്പോൾ മോഡിയുടെ കാരണം ഇവന്മാർ മോഡിനോട് ആലോചിച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഓർത്ത് പോയെന്നാണ്.
ഇവന്മാർക്ക് ഇവിടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കണം, അവർ മോഡിയായിട്ട് ആലോചിക്കും. അല്ലെങ്കിൽ മോഡീൻ്റെ അപ്പുറത്ത് തന്ത്രം നടത്തുന്ന ആളുകളാണ് അവന്മാർ. അപ്പോൾ മോഡി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടെ മോഡി ഇവിടെ എന്ത് ചെയ്യുന്നത്, ടാറ്റേനെ പ്രോത്സാഹിപ്പിക്കുന്നു, അദാനിയെ പ്രോത്സാഹിപ്പിക്കുന്നു, അംബാനിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ലെയ്ലാൻഡിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇലക്ട്രിക് വണ്ടികൾ വരുന്നു, നമ്മളെ പെട്രോളിയം ഇറക്കുമതി കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെയുള്ള പ്രതിപക്ഷ മണ്ടന്മാർ ഇത് മനസ്സിലാക്കാതെ അങ്ങനെ കയറ്റാക്കി. ക്ലിയർ? ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.